സെക്കൻഡ് മാരേജ് ആണെന്ന് വ്യക്തമായി പ്രൊഫൈലിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാ ഈ വേഷം കിട്ടുന്നത്? നീ ഏത് തരക്കാരിയാണെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇനി എന്റെ അമ്മാവനെ വിളിക്കാനും പാടില്ല, ഈ ആലോചന പ്രൊസീഡ് ചെയ്യാനും പാടില്ല. മനസ്സിലായോ? എന്തായാലും ഇവിടെ വെച്ച് മുൻകൂട്ടി കണ്ടത് നന്നായി. നീ എങ്ങാനും വന്നെന്റെ തലയിൽ പെട്ടിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. നീ എങ്ങാനും വന്നെന്റെ തലയിൽ പെട്ടിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയനെ. ഇതെന്തീ കാണിക്കുന്നേ? കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നതാ. ഇത്ര എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോ നല്ല രീതിയിൽ കൊടുക്കണ്ടേ? അവരുടെ ആരോഗ്യമല്ലേ പ്രധാനം. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോ ആ തുകയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി വെക്കേ. കുട്ടികളെ നന്നാക്കിയ പോരെ. ഓരോന്നും ഏത് കണക്കിനാ ചെയ്യണ്ടേന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും സ്വന്തമായിട്ട് തീരുമാനമൊന്നും എടുക്കണ്ട. കേട്ടല്ലോ എല്ലാവരും? ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല. ചേച്ചി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. പറഞ്ഞോട്ടെ. എനിവേ, തന്നെ കുറിച്ചല്ലാതെ വേറൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. പോട്ടെ. എടോ, ഇന്ന് പറയാനുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ ഞാൻ കേട്ടോളാം. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ബൈ.
മിണ്ടാതിരുന്നത് ഓർക്കാഞ്ഞിട്ടല്ല. ജീവിതം മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ പലതിനും സമയം കിട്ടാതെ വരുന്നു. പ്രിയപ്പെട്ട ആരാധികയ്ക്ക് സുഖമാണോ? സുഖമായിട്ട് പോകുന്നു. അവിടെയും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കാമല്ലോ അല്ലേ? ഞാനിടയ്ക്ക് ഓരോ കത്തുകൾ അയക്കാറുണ്ട്. മറുപടിയൊന്നും കിട്ടാറില്ല. എഴുതിയിട്ട കത്തുകൾക്ക് മറുപടി വരാതാവുമ്പോൾ മനസ്സിൽ എന്തോ ഒരു ചെറിയ വിഷമം അതെന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്.